നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്, പക്ഷേ നിയമലംഘനങ്ങളാണ് നമ്മൾ എവിടെയും കാണുന്നത്. നമുക്കൊന്ന് നോക്കാം. ഹെൽമെറ്റ് ധരിക്കണമെന്നുള്ള നിയമം ശക്തിയായിട്ട് കൂടി പലരും അത് പാലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അപകടങ്ങളിലും മരണസംഖ്യ കൂടുന്നു. പിടിക്കപ്പെട്ടാൽ തുച്ഛമായ പിഴ മാത്രം അടച്ച് രക്ഷപ്പെടാം എന്ന ചിന്തയാണ് പരസ്യമായി ഈ നിയമലംഘനത്തിന്റെ പ്രധാന കാരണം. മത്സരയോട്ടത്തിൽ കുപ്രസിദ്ധി ആർജിച്ച നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഇപ്പോൾ ബസ് സ്റ്റോപ്പിന്റെ ആവശ്യമേ ഇല്ല. ബസ് സ്റ്റോപ്പുകളെ നോക്കുകുത്തിയാക്കി എവിടെയെങ്കിലും നിർത്തി ആളെ കയറ്റുന്ന പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമപാലകരുടെ മൂക്കിനടിയിൽ നടക്കുന്ന ഈ നിയമലംഘനം പോലും കാണാൻ കഴിയാത്തവർക്ക് എങ്ങനെ സൗമ്യ പോലുള്ള പെൺകുട്ടിയെ രക്ഷിക്കാനാകും? അപകടങ്ങൾ ഒരുപാട് നടന്ന ഈ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റു റെയിൽവേ സ്റ്റേഷനിലെ അവസ്ഥ എന്തായിരിക്കാം? ചങ്ങനാശ്ശേരി ഹൃദയഭാഗത്ത് നടക്കുന്ന ഈ നിയമലംഘനങ്ങൾ പോലും ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്നടിക്കുന്നു. ഈ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്രയും നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലൊട്ടാകെ ദിവസവും എത്ര നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ടാകും?